എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മോളും 10 വയസ്സുള്ള എൻ്റെ മോളുമാണ് ഇവനെ നോക്കുന്നത്. മോളെ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് നമ്മുടെ തെയ്യങ്ങളുടെയും നമ്മുടെ മുത്തപ്പൻ്റെയൊക്കെ നാടായ കണ്ണൂരാണുള്ളത്. അവിടെ നമ്മുടെ ഡോഗ്സിനെയൊക്കെ വളർത്തുന്നവർക്കും ഡോഗ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ട്രെയിനിങ് സെൻറ്റർ. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, നമുക്കിതൊക്കെ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടും ചോദിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ഹാച്ചിക്കോ കനൈൻ അക്കാദമി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ സർവീസ് കൊടുക്കുന്നത് ഡോഗിൻ്റെ ട്രെയിനിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഡോഗിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബേസിക് ഒബീഡിയൻസ് ഉണ്ട്, ബിഹേവിയറൽ കറക്ഷൻ ഉണ്ട്, അഡ്വാൻസ്ഡ് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബോർഡിംഗ് ഉണ്ട്, പെറ്റ് ബോർഡിംഗ് ഉണ്ട്. അത് ക്യാറ്റിൻ്റെയും ഉണ്ട്, ഡോഗിൻ്റെയും ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സ്ഥാപനം ഉള്ളത് കൂത്തുപറമ്പ് ഹാച്ചിക്കോ പെറ്റ് കെയർ ആൻഡ് ആക്സസറീസ് എന്ന് പറയുന്ന സ്ഥാപനമാണുള്ളത്. അവിടെ നമ്മൾ പെറ്റിൻ്റെ ആക്സസറീസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, അതുപോലെ തന്നെ പെറ്റ് ഗ്രൂമിങ് സെൻറ്ററും കൂടി ആയിട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പെറ്റ്സിൻ്റെ ട്രാവൽ നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പെറ്റ്സിനെയും കൊണ്ട് നമുക്ക് ക്ലിനിക്കിലേക്കോ അല്ലെങ്കിൽ ഗ്രൂമിങ്ങിനോ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ് എല്ലാവർക്കും. ആ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെറ്റ് ആംബുലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ഈ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ പോലീസിൻ്റെ ഡോഗ്സിനെ ഒക്കെ ട്രെയിൻ ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ, ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ്, അത്യാവശ്യം ചൂടൊക്കെ കുറയ്ക്കാനായിട്ടുള്ള ഓടുകളും അതുപോലെ തന്നെ തറയോടുകളും, അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ പെറ്റ്സിന് വളരെയധികം കംഫർട്ടബിളായിട്ടും പീസ്ഫുള്ളായിട്ടും ഒക്കെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആ മുകളിലുള്ള ഓടാണെങ്കിലും അതുപോലെ തന്നെ കേജുകളുടെ താഴെയുള്ള തറയോടിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുന്നത് വളരെയധികം കൂളിംഗ് ആയിരിക്കും ഡോഗ്സിന്. അതുപോലെ തന്നെ ഇത്രയധികം മരങ്ങളും ഒക്കെ ഉള്ളൊരു ചുറ്റുപാടായതുകൊണ്ട് നല്ലൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു സ്റ്റേ തന്നെയായിരിക്കും ഇവിടെ ട്രെയിനിങ്ങിനാണെങ്കിലും ബോർഡിങ്ങിനാണെങ്കിലും ഒക്കെ വരുന്ന പെറ്റ്സിന് കിട്ടുന്നത്. കൂടാതെ നല്ല എയർ സർക്കുലേഷൻ ഒക്കെയുള്ള വലിപ്പമുള്ള കൂടുകളും ഒക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നല്ലൊരു വലിയൊരു പ്ലേ ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കൊണ്ട് ട്രെയിനിങ്ങിനും ബോർഡിങ്ങിനും ഒക്കെ ആയിട്ട് വരുന്ന പെറ്റ്സിന് ഇവിടെ നല്ലൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നമ്മുടെ വീട്ടിലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ് ഉള്ളതിൻ്റെയും അത് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലുണ്ടായ മാറ്റങ്ങളും അതുപോലെ തന്നെ അത് കൂടെയുള്ളപ്പോൾ ഒരു കോൺഫിഡൻസും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവൻ്റെ പേര് മാർട്ടി എന്നാണ്. ഇവൻ ട്രെയിൻഡ് ആണ്. ഇവൻ വരുന്നതിനേക്കാട്ടും മുന്നേയും പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർക്ക് വേണമെങ്കിലും വന്നു പോകാം, ആരാ വന്നു പോയത് എന്നോ പിന്നെ എനിക്ക് മനസ്സിലാവണമെങ്കിൽ എനിക്ക് CCTV നോക്കണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വീട്ടിനകത്തുള്ള സമയത്ത് തന്നെ ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ലടിച്ചാലാണ് ഞാൻ അങ്ങനെ ഒരാൾ വന്നതറിയുന്നത്. ഇവൻ വന്നതിന് ശേഷമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ വന്ന് ഗേറ്റൊക്കെ തൊടുമ്പോഴേക്കും പോയിട്ട് ആരാണ് വന്നതെന്ന് നോക്കുക, ഈ പറഞ്ഞ പോലെ ബാർക്ക് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ മുന്നേയും പിന്നെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോള് ഞാനും മാത്രമാണ് വീട്ടിലുണ്ടാവുക. അതിന് മുന്നേയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവൻ വന്നതിന് ശേഷം ഞാനും വീട്ടിൽ അടച്ചു പോകുന്ന സമയത്ത് മോളും ഇവനും മാത്രമാണ് വീട്ടിലുണ്ടാവുക. ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലാണ് ഇപ്പോൾ ആ വീടിൻ്റെ അവസ്ഥ. ഇവൻ വന്നതിന് ശേഷം ഇവന് ഈ പറഞ്ഞതുപോലെ കളിക്കാൻ കൂട്ടുകാർ വേണം, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവനും കളിക്കാൻ കൂട്ടുകാർ വേണം എന്ന് തോന്നിയ സമയത്താണ് നമ്മൾ മറ്റൊരു ഡോഗിനെയും കൂടെ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് ഫീമെയിലാണ്, അത് മൽനോയ്സ് ആണ്.
അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു കോമ്പൗണ്ടിനകത്ത് കൂടൊന്നുമില്ല, അവരങ്ങനെ അതിനകത്ത് കളിച്ചും അടികൂടിയും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ്. ബെൽജിയം മൽനോയ്സ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അവരെ മാനേജബിൾ അല്ല, അതിൽ ഒരാൾക്ക് മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊക്കെയുള്ള വളരെ തെറ്റിദ്ധാരണകളുണ്ട്. അത് ചെറിയൊരു ഭാഗം വരെ അത് ശരിയുമാണ്. പക്ഷേ അത് ആ ധാരണ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് കഴിയാത്ത ഒരു ഡോഗാണ് ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടി നമ്മളെ വീട്ടിൽ വളർത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ ഒരു മൽനോയ്സിനെ ആർക്ക് വേണമെങ്കിലും നമ്മളെ വീട്ടിലുള്ള ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ മോളും 10 വയസ്സുള്ള എൻ്റെ മോളുമാണ് ഇവനെ നോക്കുന്നത്. ഇവനെ മാത്രമല്ല, നമ്മൾ പുതിയ അഡോപ്റ്റ് ചെയ്ത ഡോഗിനെയും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് നോക്കുന്നത്. ട്രെയിനിങ് കഴിഞ്ഞതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടിട്ടില്ല. നമുക്ക് എന്ത് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കമൻറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് കൊണ്ടു നടക്കാനും മാനേജ് ചെയ്യാനും അനുസരിപ്പിക്കാനും ഒക്കെ നല്ല സ്മൂത്തായിട്ട് പറ്റുന്നുണ്ട്. നമ്മളൊരു ഡോഗിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യം എന്താണോ, ഗാർഡിങ് പർപ്പസ് ആണോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പെറ്റായിട്ട് വീട്ടിൽ വളർത്തുകയാണോ വേണ്ടത്, ആ ഇൻറ്റൻഷനോടുകൂടെ ബ്രീഡുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. ഏത് ഡോഗാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ അതിനെ വളർത്തിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഡോഗ് പ്രതികരിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരാളായിട്ടാണ് നമ്മളൊരു വീട്ടിലെ ഡോഗ് ജീവിക്കുന്നത്. നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ഡോഗിന് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവരത് ബിഹേവ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള എല്ലാ പെറ്റ് പേരൻസിനും പെറ്റ് ലവേഴ്സിനും ഒക്കെ നിങ്ങളുടെ പെറ്റ്സിൻ്റെ ബോർഡിങ്ങും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു സർവീസ് തന്നെ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.